ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു ദിവസത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എക്സാംസൊക്കെ കഴിഞ്ഞു, കുട്ടികളൊക്കെ ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണല്ലേ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ടി വി, മൊബൈല്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇവിടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ച് പേരൊക്കെ ഉണ്ട് കളിക്കാൻ. അല്ലാത്ത കുട്ടികൾക്ക് ഇതൊക്കെ തന്നെ അല്ലേ. അപ്പോൾ ദാ ഇവിടുത്തെ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ക്രാഫ്റ്റാണ്. ഈ നമ്മുടെ ഓറിഗാമിയൊക്കെ അല്ലേ, പലതരത്തിലുള്ള കളർഫുൾ പേപ്പർ വെച്ചിട്ട് പലതരത്തിലുള്ള ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പണ്ട് മോള് സ്കൂളിൽ അവരെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കുറേ പേപ്പർ ക്രെയിൻസ് ഒരുപോലെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് ഉണ്ടാക്കാൻ പഠിച്ചതാണ്. അപ്പോൾ അത് വെച്ചിട്ട് കുറേ കളർ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് പല വലിപ്പത്തിലും കളറിലുള്ള പേപ്പർ ക്രെയിൻസ് ഉണ്ടാക്കിയിട്ട് അത് ഒരുമിച്ചൊന്ന് ഹാങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഹാങ് ചെയ്യാൻ വേണ്ടിയുള്ള സൂചിയില്ലേ, വലിയ സൂചിയാണ്, ചെറിയ സൂചി നോക്കിയിട്ട് കാണാനില്ല. അപ്പോൾ പിന്നെ ഹാങ് ചെയ്യലൊന്നും നടന്നില്ല. അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചു. പിന്നെ അതിന് ശേഷം പിന്നെ ഹാങ് ചെയ്യലൊന്നും നടന്നിട്ടില്ല. പക്ഷെ സംഭവം എന്തായാലും നല്ല രസമുണ്ട്. വലിയതും ചെറുതുമായിട്ടുള്ള നല്ല ഭംഗിയുള്ള കൊക്കുകൾ. അപ്പോൾ കുട്ടികളിങ്ങനെ കുട്ടി കുട്ടി ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഒന്ന് കൂടാൻ ശ്രമിക്കുക. അപ്പോൾ അത് അവർക്കും ഒരു സന്തോഷമായിരിക്കും, നമ്മൾക്കും അത് ആക്ച്വലി ഒരു റിലാക്സിങ് ആയിരിക്കും. കാരണം നമ്മളെപ്പോഴും ഈ വീട്ടുജോലി തന്നെ ആകുമ്പോഴേ അത് നമ്മുടെ മൈൻഡിനും ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ വൈകുന്നേരം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലും കൂടി ഇൻവോൾവ് ആവുകയാണെങ്കിൽ സംഭവം സൂപ്പറായിരിക്കും. അപ്പോൾ നമുക്ക് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും അവരോട് കുറച്ച് വിശേഷം പറയാനും ഒക്കെയുള്ളൊരു ടൈം ആയിരിക്കുമല്ലോ ഇത്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് നല്ല കാറ്റും മഴയൊക്കെ വരാൻ തുടങ്ങി. നല്ല കാറ്റായിരുന്നു. കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരങ്ങൾ അങ്ങനെ തന്നെയാണ്. നല്ല കാറ്റും മഴയും ഇരുണ്ട് കുത്തിയൊക്കെ വരും, ഇടിവെട്ടും മഴയൊക്കെ ആയിട്ട് അങ്ങനെയാണ് വൈകുന്നേരങ്ങൾ. അപ്പോൾ വേഗം തന്നെ നമ്മൾ ജനലൊക്കെ അടച്ചില്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ് പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ താഴെ വീണ് പ്രശ്നമാവും. കണ്ടില്ലേ, നല്ല കാറ്റാണ്. അപ്പോൾ നമുക്ക് ആ വിൻഡോ കറക്റ്റായിട്ട് അങ്ങ് അടയ്ക്കാൻ പറ്റില്ല, അതുമാതിരി കാറ്റായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ബാൽക്കണിയിൽ ഇറങ്ങി ചെടികളൊക്കെ എങ്ങനെ നിൽക്കണമെന്നൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ അതാ നമ്മുടെ കറിവേപ്പ് മുന്നത്തെ കാഴ്ചയിലൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്കൊരു വലിയ സന്തോഷമാണ്. കാരണം കറിവേപ്പ് പിടിച്ച് കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണെന്ന്, വലിയ പാടാണ് കറിവേപ്പ് ഉണ്ടാവാൻ. പിന്നെ എനിക്ക് കുറച്ച് ചെടികളേ ഉള്ളൂ കേട്ടോ. വേറൊരു പോട്ടിലും കൂടി ഞാൻ കറിവേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് ചീരയും കൂടി ഉണ്ടായി നിൽക്കണുണ്ടോ. അപ്പോൾ 2-3 കളർ ബോഗെയിൻവില്ല ഉണ്ട് കേട്ടോ. പിങ്ക്, വൈറ്റ്, യെല്ലോ, പിന്നെ ഒരു പർപ്പിൾ കളറും ഉണ്ട്. പക്ഷെ അതിപ്പോൾ ഇതാ ഉണങ്ങിപ്പോയി ഈ വെയിലിന്. ഇതൊക്കെ കഴിഞ്ഞ് മോൾക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കോൺ ഇരിപ്പുണ്ടായി ഫ്രിഡ്ജിനകത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്നൊരു സ്നാക്ക് തട്ടിക്കൂട്ടാന്ന്. ഇതിപ്പോൾ എളുപ്പപ്പണിയാണല്ലോ, അതായത് വെറുതെ കോൺ എടുത്ത് പുഴുങ്ങുക എന്നുള്ളൊരു പരിപാടിയുള്ളൂ. പക്ഷേ അത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ ഈ മോളുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കോൺ ബട്ടറും ഉപ്പും ഒക്കെ ഇട്ടിട്ട് കിട്ടും. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അത്രയും ഒരു ടേസ്റ്റൊന്നും കിട്ടാറില്ല, എന്നാലും നല്ല രസമാണ് ഈ കോൺ പുഴുങ്ങി കഴിക്കാൻ. അതുപോലെ അത് അത്യാവശ്യം ഹെൽത്തി ആണല്ലോ. നമ്മൾ ഈ ബിസ്ക്കറ്റും കേക്കും ഒക്കെ കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്, എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കോൺ വാങ്ങി വെക്കാറുണ്ട്. വൈകുന്നേരം പൊതുവേ സ്നാക്സ് കുറവാണ് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിലായി, അല്ലെങ്കിൽ റസ്കോ, പിന്നെ അതല്ലെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. വല്ലപ്പോഴുമാണ് എന്തെങ്കിലും കാര്യമായ സ്നാക്സ് ഉണ്ടാക്കലുള്ളൂ. പിന്നെ ബനാന ബ്രെഡ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇനിയിപ്പോൾ നോമ്പൊക്കെ ആയിട്ട് എന്തെങ്കിലും കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടാക്കണം. പക്ഷേ ഒരുപാട് ഈ വറുത്തതും അങ്ങനെയുള്ള ഹെവി ആയിട്ടുള്ള സ്നാക്സ് ഒന്നും നോമ്പിന് കഴിക്കാൻ പൊതുവേ നമുക്ക് താല്പര്യമില്ല കേട്ടോ. അപ്പോൾ വെജിറ്റബിൾ സമോസ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ കുറവാണ് ഉണ്ടാക്കുന്നത്, അത് പുറത്തുനിന്ന് വാങ്ങിക്കലാണ്. പിന്നെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള പഴംപൊരി ഇഷ്ടമാണ്, ഉന്നക്ക ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കണം.
അപ്പോൾ കോണിനൊരു 2-3 വിസിൽ കൊടുത്ത് കുറച്ച് നേരം സിമ്മിൽ ഇട്ട് കഴിഞ്ഞാൽ അത് റെഡിയാവും കേട്ടോ. അപ്പോൾ ക്രാഫ്റ്റൊക്കെ കഴിഞ്ഞ് മോള് ടി വി കാണാനിരുന്നു. ഇപ്പം ഞങ്ങൾ സിറ്റിംഗ് റൂമിൽ ഈ ഒരു സംഭവം കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് പണ്ട് എൻ്റെ വീട്ടിൽ കിടന്നിരുന്നതാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇത് ഫ്ലാറ്റ് ആയതുകൊണ്ട് കൊണ്ടുവരാൻ മടിയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു എക്സസൈസിന് ഇത് നല്ലതാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഇതിപ്പോൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പക്ഷേ സിറ്റിംഗ് റൂമിൽ ഇത് കിടക്കുന്നത് അത്ര ഭംഗിയല്ല. എന്നാലും നമുക്ക് ടി വി ഒക്കെ കാണുമ്പോഴത്തേനും നമ്മളറിയാതെ കുറച്ച് എക്സസൈസ് അങ്ങ് ചെയ്തു പോകുമല്ലോ, നമുക്ക് ബോറടിക്കില്ല. നമ്മളല്ലാതെ എക്സസൈസിന് വേണ്ടി ചെയ്യുമ്പോൾ കുറച്ചൊരു ബോറിംഗ് ആണ്. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ഒരു മൂവിയും കണ്ടുകൊണ്ട് ഇത് ചവിട്ടുകയാണെങ്കിൽ കുറച്ചൊരു എക്സസൈസ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അവൾ കുറേ ആയി വിളിക്കുന്നു അവളുടെ കൂടെ ഇരുന്ന് മൂവി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ സമയക്കുറവ് കാരണം അങ്ങനെ ചെന്നിരിക്കലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അവളുടെ കൂടെ മൂവിയും കാണാം, എക്സസൈസും നടക്കുമല്ലോ. ഓർബിറ്റ് ട്രെക്ക് എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഫുൾ ബോഡി വർക്കൗട്ട് കിട്ടും, നമ്മുടെ കൈക്കും വയറിനും പിന്നെ സൈക്കിളിൻ്റെ എഫക്റ്റും ഉണ്ടല്ലോ. അപ്പോൾ അതൊരു നല്ല സംഭവമാണ്. അപ്പോൾ ഈഗിൾ ഐ എന്ന് പറയുന്ന മൂവിയാണ് കേട്ടോ കാണുന്നത്, ഇംഗ്ലീഷാണ്. അപ്പോൾ അവൾക്ക് ഇങ്ങനത്തെയുള്ള ആക്ഷനും ത്രില്ലറും അതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അവൾ ഓൾറെഡി ഒരു പ്രാവശ്യം കണ്ടതാണ്. അപ്പോൾ ഉമ്മ അത് കണ്ടു നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാനിരുന്ന് കണ്ടതാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും മൂവി ഫിനിഷ് ചെയ്തില്ല കേട്ടോ. ഹാഫ് ആൻ അവർ അന്ന് കണ്ടു, പിന്നെ അടുത്ത ദിവസം കണ്ടു. അങ്ങനെയൊക്കെയാണ് മൂവിയുടെ കാര്യങ്ങൾ. ഈ ഒരു ബോട്ടിലിൽ വെള്ളം കുടിക്കുകയാണ്. അതിൻ്റെ ഒരു 2 ബോട്ടിലെങ്കിലും ഡെയിലി ഫിനിഷ് ചെയ്യണമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. നല്ല ചൂടല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് എക്സസൈസ് കഴിഞ്ഞപ്പോഴത്തേനും നല്ലോണം ദാഹമുണ്ട്, നമുക്ക് വെള്ളം ആവശ്യമാണല്ലോ. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും വെള്ളം കുടിക്കാൻ മറക്കരുത്, നല്ല ചൂടാണ്. ഇനി സിറ്റിംഗ് റൂമിലുള്ള കുറച്ച് ചെടികൾ കാണിച്ചു തരാം. ഞാൻ ഇതിന് മുന്നേ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാൽക്കണിയിലുള്ള കുറച്ച് ചെടികളായിരുന്നു ഇത്. അപ്പോൾ അവിടെ പെയിൻറ്റിങ് കാരണം അവിടെ ചെടികൾ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഈ സിറ്റിംഗ് റൂമിൻ്റെ വിൻഡോസിൽ കുറച്ച് ഹാങ് ചെയ്തിട്ടു. പക്ഷേ ഇതകത്തോട്ട് വന്നപ്പോഴത്തേനും ഇത് നന്നായിട്ട് വളരാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സാണ്, ഫ്ലവറിങ് ഒന്നുമല്ല. 2 ടൈപ്പ് മണി പ്ലാന്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ടർട്ടിൽ വൈൻ, അങ്ങനെയുള്ള ചെടികളാണ്. അധികം കെയറൊന്നും ആവശ്യമില്ല, നമ്മൾ ഒന്ന് വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ മണി പ്ലാന്റൊക്കെ നല്ലോണം തൂങ്ങി താഴെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കണം. അതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല, മടി പിടിച്ചിരിക്കുകയാണ് ഞാൻ. ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ്. അധികം വെയിൽ കൊള്ളാതെ നോക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മിൻറ്റ് കുറച്ച് വെയിലൊക്കെ കൊണ്ട് ആകെ കരിഞ്ഞു പോവാറായിട്ടോ. ഒരു ദിവസം എനിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല, അപ്പോഴത്തേനും അത് കരിഞ്ഞ പോലെയായി. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഉണങ്ങിയ ഇതൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുമ്പോൾ ആ മിൻറ്റൊന്ന് അതിന് നല്ലൊരു ശ്വാസം കിട്ടുന്ന പോലെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് നല്ലോണം വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മിൻറ്റ് അത്യാവശ്യം നന്നായിട്ട് വേര് പിടിച്ചുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അതങ്ങനെ ഉണങ്ങിപ്പോവില്ല കേട്ടോ, ഒരു ദിവസം ശ്രദ്ധ കൊടുത്തില്ലെങ്കിലും. അപ്പോൾ മിൻറ്റിൻ്റെ ഒരു ഗുണം എനിക്ക് അതാ തോന്നിയിട്ടുള്ളത്, നമുക്കത് നന്നായിട്ട് പിടിച്ച് കിട്ടിയാൽ രക്ഷപ്പെട്ടു. പക്ഷെ മല്ലിയില പിടിപ്പിക്കാൻ നോക്കിയിട്ട് ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതും ഒന്ന് പിടിച്ച് കിട്ടണം എന്നുണ്ട്. അപ്പോൾ നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ പനിക്കൂർക്കയുടെ ഇല നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൾട്ടി കളറുള്ള പനിക്കൂർക്ക ഇലയാണിത്, സാധാരണ പനിക്കൂർക്ക ഇലയല്ല. ചെടികൾക്ക് ഞാൻ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ ചെയ്യുന്നത് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ, തലേദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് നല്ലോണം ഡൈല്യൂട്ട് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് ചാണകപ്പൊടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് ഒരു 2-3 ആഴ്ചയൊക്കെ കൂടുമ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ചെറിയ എന്തെങ്കിലും സോപ്പ് സൊല്യൂഷനോ അങ്ങനെയൊക്കെ ഒന്ന് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും ഈ കീടങ്ങൾ വരെ. പുതിനയിലേക്കൊന്നും അങ്ങനെ ഒരു കേടോ അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. എനിക്ക് ആകെപ്പാടെ പ്രശ്നം വന്നിട്ടുള്ളത് പച്ചമുളകിന് നല്ല കുരുടിപ്പ്. ഞാൻ 2 പ്രാവശ്യം ശ്രമിച്ചിട്ടും പച്ചമുളക് നല്ല പ്രശ്നം വന്നിരുന്നു. അത് കുറച്ച് പച്ചമുളകൊക്കെ കിട്ടി, പക്ഷെ എന്നാലും അത് പിന്നെ ഞാൻ നശിപ്പിച്ച് കളയുമായിരുന്നു. പിന്നെ നമ്മുടെ കറിവേപ്പ്, അപ്പോൾ കറിവേപ്പ് മുന്നേയൊക്കെ കാണിച്ചതിലും നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് നാൾ മീലി ബഗ്സ് വന്നിരുന്നു. പിന്നെ അതിൻ്റെ തണ്ടിലൊരു എന്തോ ഒരു ഫംഗസ് പോലെ വന്നിരുന്നു. അപ്പം നമ്മൾ ചെയ്തത് ഈ ചാർക്കോളില്ലേ, കരിക്കട്ട, അത് അതിൻ്റെ തണ്ടിൽ നന്നായിട്ട് ഉരച്ചു കൊടുത്തപ്പോൾ ആ ഫംഗസ് എല്ലാം പോയി. പിന്നെ മീലി ബഗ് വന്നു, അതിനുശേഷം കറുത്ത കുത്തുള്ള ഒരു ബഗ് വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തന്നെ കറിവേപ്പിൻ്റെ എല്ലാ ഇലയും ഞാൻ ഒടിച്ച് കളഞ്ഞു, കാരണം അത് എല്ലാ ഇലകളിലോട്ടും സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ നമ്മളിത് എല്ലാം
പൊട്ടിച്ച് കളഞ്ഞ് പിന്നെ വന്ന ഇലയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ 1-2 കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞപ്പോൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ ഒരു കറിവേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ കുറേ നാളും കൊണ്ട് ഇത് വലുതാവുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്ന ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഈ ഇറച്ചി കഴുകിയ വെള്ളമില്ലേ അത് ഒഴിക്കാറുണ്ട്. പിന്നെ കഞ്ഞിവെള്ളം ഇടയ്ക്ക് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെ കെയറാണ് കൊടുക്കാറുള്ളൂ കേട്ടോ. ഒരുപാട് കെയറിങ് ഒന്നുമില്ല. എന്നാലും കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ ഉള്ളൊരു സ്ഥലത്ത് അത്യാവശ്യം വെയിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കറിവേപ്പ് നന്നായി വരും. അപ്പോൾ എല്ലാവരും ഒരു കറിവേപ്പെങ്കിലും നമ്മുടെ വീട്ടിൽ വേണം. അപ്പോൾ അതൊന്ന് വളർത്തിയെടുക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഈ ഒരു ഓറഞ്ച് ബോട്ടിലാണ് കേട്ടോ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്. ഈ നല്ല സ്പ്രേ ചെയ്ത് വരുന്ന ബോട്ടിൽസൊക്കെ ഇല്ലേ, ബോട്ടിൽസല്ല ക്യാൻസൊക്കെ ഇല്ലേ, അതൊക്കെ വാങ്ങണമെന്നുണ്ട്. ഇതുവരെ വാങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ 2 ബോട്ടിലും എടുത്തിട്ട് ഞാൻ ചെടി നനയ്ക്കാൻ പോവും. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ചെടി നനയ്ക്കൽ പരിപാടി. അപ്പോൾ നമ്മുടെ കോണൊക്കെ ഇവിടെ പുഴുങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് വിശന്നു ആ ഒരു സമയം കൊണ്ട്. അപ്പോൾ വേഗം തന്നെ കോൺ എടുത്തിട്ട് അത് ഇങ്ങനെ കടിച്ചു തിന്നത്തൊന്നുമില്ല കേട്ടോ. ചെത്തി നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറും ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ആരൊക്കെ ഇങ്ങനെ കോൺ ഇങ്ങനെ പുഴുങ്ങി കഴിക്കാറുണ്ട്? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചെറിയൊരു വ്ളോഗായിരുന്നു. വൈകുന്നേരത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. നമ്മുടെ ചാനൽ മൺഡേയ്സ് ആൻഡ് ഫ്രൈഡേയ്സ് 2 മണിക്കാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ ചിലപ്പോൾ മിസ്സാവാറുണ്ട്. അതല്ലെങ്കിൽ ആ ഒരു ടൈമിലായിരിക്കും ചെയ്യുന്നത്. ഇനിയിപ്പോൾ നോമ്പിന് തിരക്കൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് വീഡിയോ ചെയ്യാൻ പറ്റുമെന്നൊന്നും ഉറപ്പില്ല. മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.